നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഉന്നത വിജയം കൈവരിക്കുവാനും പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ഗവൺമെൻറ്റിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാർച്ച് മാസത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ജൂൺ ജൂലൈയോടുകൂടി മാതാപിതാക്കളെ വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കാനായിട്ട് കൊണ്ടുപോകുവാനും അതിന് തക്കവണ്ണം യാത്രയ്ക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കും. ഒരുപക്ഷെ അതിൻ്റെ പൈസ കൂട്ടുന്ന സമ്പ്രദായങ്ങളൊക്കെ ഒഴിവാക്കി 6-7 മാസത്തിന് ശേഷമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. ഭാവിയിലേക്ക് നേട്ടമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ വർഷം മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 3-4 മാസമായിട്ട് കൂടുതൽ പ്രയത്നിക്കുന്നു. എന്നാൽ ഉടമസ്ഥരുടെ പ്രത്യേക നിബന്ധനകളാൽ മാർച്ച് മാസത്തിൽ ഇതെല്ലാം ഒരു ധ്രുവീകരണം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വേണ്ടി വരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നേതൃത്വസ്ഥാനം വഹിക്കുവാൻ അവസരം വന്നു ചേരും. അധികാരപരിധി വർദ്ധിക്കുവാനതുവഴി കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള അനുമതി തേടുവാനും ഉടമസ്ഥരിൽ നിന്നും അനുമതി ലഭിക്കുന്നത് വഴി അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. വിദേശബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ 2-3 ചർച്ചകളൊക്കെ കഴിഞ്ഞ മെയ് മാസം മുതൽ 2025 മെയ് മാസം മുതൽ നടക്കുന്നു. ഈ ഒരു മാസത്തിൽ അന്തിമമായിട്ടുള്ള ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ 1-2 മാസം കൂടുമ്പോൾ വിദേശ പര്യടനത്തോടു കൂടിയതായിട്ടുള്ള ഈ സാഹചര്യങ്ങളും ചുമതലകളും ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട്ട് വരും. ജന്മനാട്ടിൽ വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനിട വരും. പ്രാരംഭത്തിൽ പ്ലാനുകളൊക്കെ തയ്യാറാക്കുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പക്വതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പല വിധത്തിലുള്ള അപാകതകളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ടുള്ള ജോലിക്കാരെ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ഒരു മേഖലയിൽ സ്വന്തമായിട്ട് നടത്തി വരുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും നിർണായകമായുള്ള ചില കണ്ടെത്തലുകൾ അവലംബിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു.
ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കാനിടവരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ്, ഒരു പക്ഷേ 2-3 മാസത്തേക്ക് ഇനിയും വിളവെടുപ്പ് വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നീട് ജൂൺ മാസത്തിന് ശേഷം ദീർഘകാല വിളകൾക്ക് അതിനനുസൃതമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് വിഭാവനം ചെയ്യുവാൻ ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് കുടുംബസംഗമം വളരെ മംഗളകരമാക്കി തീർക്കുവാൻ നേതൃത്വം നൽകുവാനും അതിലൊരു തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തക്കവണ്ണമുള്ള നിർദ്ദേശങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും അസുഖങ്ങൾ പലതും വന്നു ചേരുകയും ചിലർക്ക് പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമാണ്, മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളാണ്, വേറെ ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി വിജയം കൈവരിക്കാനിടവരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്വല്പം ആദ്യത്തിലെ തടസ്സങ്ങൾ അനുഭവപ്പെടും എങ്കിൽ പോലും മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അതൊരു ദ്രുതഗതിയിലെല്ലാം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് വഴി ജോലി നഷ്ടപ്പെടുമോ എന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മറ്റ് ജോലികളൊക്കെ അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവെ കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും വളരെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഏറ്റെടുത്ത പല പദ്ധതികളുടെയും രൂപീകരണം, പൂർത്തീകരണം എന്നിവ അന്തിമ നിമിഷത്തിൽ എത്തിച്ചേരുകയും മാർച്ച് മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ അന്തിമ രൂപരേഖ വന്നു ചേരുകയും അതിന് തക്കവണ്ണം എല്ലാ പ്രകാരത്തിലും ഒരു പൂർണ്ണതയിലെത്തിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആശ്വാസവും സമാധാനവും വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. മനസ്സിനിണങ്ങിയ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ തൃപ്തിയായിട്ടുള്ള പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റത്തിന് അവസരങ്ങളുണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഒരുപക്ഷെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ചുമതലകൾ വേണ്ടി വരുമെങ്കിൽ പോലും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുരോഗതിയില്ലാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് വ്യാപാര വിപണന വിതരണ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നടത്തുകയാണെങ്കിൽ അത് വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. എന്നാൽ 2ാമത്തെ പകുതിയിലോ മാർച്ച് മാസത്തിലെ ആദ്യത്തെ പകുതിയിലോ പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലകളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും വ്യാപാര വിപണന വിതരണ മേഖലയിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിച്ചാൽ പോലും സംതൃപ്തിയുള്ള ജോലി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പണം കടം വാങ്ങി കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് വാങ്ങേണ്ടതുമാണ്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഗുണകരമാകും വിധത്തിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം അവസരത്തിന് വഴിയൊരുക്കും.
കലാ സാംസ്കാരിക കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളാണെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും അതിന് സാഹചര്യം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടം വ്യക്തിപരമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും മേലധികാരികളുടെ നിർബന്ധപ്രകാരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വഴങ്ങുവാൻ ഇടയുണ്ട്. അനുബന്ധ വ്യാപാരം തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുമെങ്കിലും അതിന് തക്കവണ്ണമുള്ള പണം മുതൽ മുടക്കിയാൽ 2026 ഒടുവിൽ 2027 അത്ര നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്നും സ്വീകരിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് ഗുണകരമാകും വിധത്തിൽ അവലംബിക്കാനിടവരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ഗൃഹത്തിന് പ്രാഥമികമായിട്ട് പണം കൊടുത്ത് ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ കരാർ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതകൾ പോലും കാണുന്നതുമുണ്ട്. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെപ്പറ്റി വിലയിരുത്തുകയും അതിന് തക്കവണ്ണമുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ പിടിപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. അർപ്പണ മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്വീകാര്യത വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും മക്കൾക്ക് ഈ ഊഹാപോഹങ്ങൾ പലതൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കളോട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്വഭാവ ധ്രുവീകരണത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരങ്ങൾ വന്നു ചേരും. മക്കൾ സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് വ്യാകുലപ്പെടാതെ കാര്യകാരണങ്ങളെല്ലാം അവരെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ധർമ്മം അനുഷ്ഠിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയുടെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വന്തം പ്രസ്ഥാനത്തിന് ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രാദേശിക ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള വ്യാപാരത്തിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വിജയവും കൈവരിക്കാനിടവരും. പുതിയ ഭരണ സംവിധാനമൊക്കെ നല്ലതാണെങ്കിൽ പോലും ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിൽ എല്ലാം തന്നെ പ്രകാശിപ്പിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അനുമതി ലഭിച്ചാൽ പോലും ദൈനംദിന ചെലവ് അനുദിനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് ജന്മനാട്ടിലേക്ക് വന്ന് 2-3 വർഷത്തിന് ശേഷം പോകാം എന്ന ധാരണയോടുകൂടി തന്നെ ജന്മനാട്ടിൽ തൽക്കാലത്തേക്ക് താമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനു വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും, ഒരുപക്ഷെ മാർച്ച് മാസത്തിന് ശേഷമേ ജന്മനാട്ടിലേക്ക് വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. സ്ഥാപനത്തിന് മറ്റ് പദ്ധതികളൊന്നും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഉന്നത പദവിയിലുള്ളവരെ പിരിച്ചുവിടും എന്ന ധാരണയോടുകൂടി സൂചനകൾ ലഭിച്ചതിനാൽ
പല മേഖലകളിലും ഉന്നത പദവിയിലുള്ളവർക്ക് മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വല്പം ശമ്പളക്കുറവ് ഉണ്ടാകുമെങ്കിൽ പോലും പേരുകേട്ട സ്ഥാപനത്തിലേക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.